നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാട്സ്ആപ്പ് പേയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉപഭോക്തൃ പരിധി നീക്കം ചെയ്തു. വാട്സ്ആപ്പ് പേയ്ക്ക് ഇനി ഇന്ത്യയിലെ മുഴുവൻ ഉപയോക്താക്കൾക്കും UPI സേവനം നൽകാൻ കഴിയും. മുൻപ് 10 കോടി ഉപയോക്താക്കളുടെ പരിധി നിശ്ചയിച്ചിരുന്നു. അതേസമയം മൂന്നാം കക്ഷി ആപ്ലിക്കേഷൻ ദാതാക്കൾക്ക് ബാധകമായ നിലവിലുള്ള എല്ലാ UPI മാർഗനിർദ്ദേശങ്ങളും സർക്കുലറുകളും വാട്സ്ആപ്പ് പേ പാലിക്കേണ്ടി വരുമെന്ന് NPCI അറിയിച്ചു. 2020 NPCI വാട്സ്ആപ്പ് പേയിൽ 1 മില്യൺ ഉപഭോക്തൃ പരിധി ഏർപ്പെടുത്തിയിരുന്നു. ക്രമേണ 2022 ഇത് 100 ദശലക്ഷമായി. ഈ പരിധിയാണ് ഇപ്പോൾ മാറ്റിയത്. 2025 മുതൽ ഈ സേവനം ലഭ്യമാകുമെന്നും NPCI അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 50 കോടിയിലധികം വാട്സ്ആപ്പ് അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും സ്ഥാപിച്ച നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഇന്ത്യയിലെ റീറ്റെയിൽ പേയ്മെന്റ് സെറ്റിൽമെന്റ് സംവിധാനങ്ങൾക്കായുള്ള ഓർഗനൈസേഷനായി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. NPCI ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് ചട്ടക്കൂടിന് നേതൃത്വം വഹിക്കുന്നു. അതേസമയം അനുമതി ലഭിക്കുന്നതോടെ വിപണിയിൽ ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവയ്ക്ക് വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. UPI സേവനം നടത്തുന്ന ആപ്പുകളിൽ വാട്സ്ആപ്പ് 11ാം സ്ഥാനത്താണ്. നവംബർ മാസത്തിൽ 3890 കോടി രൂപയാണ് വാട്സ്ആപ്പ് പേയിലൂടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഫോൺ പേ ആണ്. നവംബർ മാസത്തിലെ കണക്ക് പ്രകാരം 10.88 കോടി രൂപയാണ് ഫോൺ പേയിലൂടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. അതേസമയം 2014 ഫെബ്രുവരിയിൽ ഏകദേശം $19.3 ബില്യൺ ഫേസ്ബുക്ക് ഏറ്റെടുത്ത കാലിഫോർണിയയിലെ മൗണ്ടൻ വ്യൂവിലെ വാട്സ്ആപ്പ് ഇൻക് ആണ് ഈ സേവനം സൃഷ്ടിച്ചത്. 2015 ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ സന്ദേശമയക്കൽ ആപ്ലിക്കേഷനായി ഇത് മാറി. കൂടാതെ 2020 ഫെബ്രുവരിയോടെ ലോകമെമ്പാടുമുള്ള 2 ബില്യണിലധികം ഉപയോക്താക്കൾ ഇതിലുണ്ടായിരുന്നു. 4 വർഷത്തിന് ശേഷം പ്രതിമാസം 200 ദശലക്ഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്ഥിരീകരിച്ചു. 2016 ആയപ്പോഴേക്കും അമേരിക്ക, ഇന്ത്യൻ ഭൂഖണ്ഡം, യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും വലിയ ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് ആശയവിനിമയത്തിന്റെ പ്രാഥമിക മാർഗമായി ഇത് മാറി.